വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ മിഡ് ടേം എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ത് ബഹുത് ദിനോं के बाद എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്നും ഇതൊരു കവിതയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരെ എന്താണ് കവിതയുടെ ആശയം എഴുതാനാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് പഠിക്കാം, ഈ കവിതയുടെ ആശയം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സിമ്പിൾ ആയിട്ട് എഴുതേണ്ടത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ റേസ് എഡ്യൂക്കേഷന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാം. ബഹുത് ദിനോं के बाद എന്നുള്ള കവിത എഴുതിയിരിക്കുന്നത് നാഗാർജുനാണ്. ഓക്കെ, ഈ കവിതയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. कवि नागार्जुन प्रकृति का अनोखा वर्णन करते हुए कहते हैं कि कवि ने अनेक दिनों के बाद पकी सुनहली फसलों की मुस्कान देखा है. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ കവി നാഗാർജുൻ ജി പ്രകൃതിയിലെ അനോഖാ വർണ്ണൻ കർത്തേ ഹുയെ, അതായത് വിചിത്രമായ വർണ്ണന ചെയ്തുകൊണ്ട് ആദ്യം തന്നെ പറയാണെന്ത്, കവി കാണുകയാണെന്ത് പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അല്ലേ, അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാണുന്ന കാര്യം എന്താണ്, ആദ്യം കണ്ടു എന്ത് പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ദേക്കാ ഹേ, അത് പഠിച്ചു വെക്കുക. അതിനുശേഷം കവീനെ ബഹുത് ദിനോं के बाद, കവി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകിലകണ്ഠി താൻ കോ ജി ഭർകർ സുൻ പായി, പിന്നീട് കേൾക്കുകയാണ്. എന്താണ് കേട്ടത്, ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകിലകണ്ഠി താൻ. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. എന്താണ്, ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകിലകണ്ഠി താൻ സുനാ ഹേ, അല്ലെ, അത് കേട്ടു. അതിനുശേഷോ വീണ്ടും എന്താണ്, ആ ബഹുത് ദിനോं के बाद, അല്ലെ, പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉനോനെ മൗലസിരി കെ താസെ ഫൂലോം കെ സുഗന്ധ് കോ ജി ഭർകർ സൂംഗ് പായ, പിന്നീട് സ്മെല്ല് ചെയ്യാണ്, അല്ലെ, ആ ഒരു സുഗന്ധം ആസ്വദിക്കുകയാണ്. എങ്ങനെ, മൗലസിരി കെ താസെ ഫൂലോം കെ സുഗന്ധ് കോ ജി ഭർകർ സൂംഗ് പായ, അല്ലെ, ജി ഭർകർ സൂംഗ് പായ, അത് നന്നായിട്ട് ആസ്വദിക്കുകയാണ്. അപ്പൊ ആദ്യം കണ്ടു, എന്താണ് കണ്ടത്, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ദേക്കാ ഹെ. രണ്ടാമതായിട്ട് കേൾക്കുകയാണ്. എന്താണ് കേട്ടത്, ദാൻ കൂട്ടത്തി കിശോരിയോം കി കോകിലകണ്ഠി താൻ. മൂന്നാമതായിട്ട് ഒരു സുഗന്ധം അനുഭവിക്കുകയാണ്. അതെന്തായിരുന്നു, നോക്കിയേ, മൗലസിരി കെ താസെ ഫൂലോം കി സുഗന്ധ്. അല്ലെ, അടുത്ത് നോക്കൂ, കവീനെ ബഹുത് ദിനോं के बाद, കവി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം अपने गाँव की पगडंडी की चंदन जैसी धूल को जी भरकर छू पाया. പിന്നീട് നടക്കുന്നത് എന്താണ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കവി എന്ത് ചെയ്യാണ്, തൻ്റെ ഗ്രാമീണ നടവഴിപ്പാതയിലൂടെ നടക്കുന്ന സമയത്ത് ആ പാതയിലുള്ള മണ്ണിനെ ഒന്ന് തൊടുകയാണ്, അല്ലേ. അതായത് ഗാവ് കി പകടണ്ടി കി ചന്ദന ജേസി ധൂലുക്കോ ചൂപ്പായി, തൊടുകയാണ്. അതിനുശേഷം കവീനെ ബഹുത് ദിനോं के बाद താൽ മഖാന ഗായ, ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താണ് താൽ മഖാന ഗായ. എന്ത്, താൽ മഖാന ഔഷധ ചെടികൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിക്കുകയാണ്. ഇസ് പൃഥ്വി പർ, അപ്പൊ അവസാനം എന്താണ് പറയുന്നത്, അതായത് കണ്ടു, കേട്ടു, മണത്തു, തൊട്ടു, അല്ലെ, പിന്നെ എന്താണ് പറഞ്ഞത്, കഴിച്ചു, അല്ലെ, ടേസ്റ്റ് അറിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്, 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ആ 5 ഇന്ദ്രിയങ്ങളിലൂടെ കവി തൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം ഗ്രാമത്തിലേക്ക് വരികയും ആ ഗ്രാമത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തൊട്ടറിയുകയും ഒക്കെ ചെയ്യുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ഇസ് പൃഥ്വി പർ കവീനെ ഗന്ധ രൂപ രസ ശബ്ദ സ്പർശ് ആദി കോ ജി ഭർകർ ഭോഗ ബഹുത് ദിനോं के बाद, ഒരുപാട് നാളുകൾക്ക് ശേഷം താൻ മറന്നുപോയ ഗന്ധം, മണങ്ങള്, അല്ലെ, രൂപങ്ങള്, അതുപോലെ രസങ്ങൾ, ടേസ്റ്റ്, ശബ്ദം, സ്പർശ്, അല്ലെ, എല്ലാത്തിനെയും എല്ലാ അനുഭവങ്ങളോട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവിടെ കവിക്ക് കിട്ടുകയാണെന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ആ കവിത വായിക്കുമ്പോൾ തന്നെ അതിലെ മൂന്നാമത്തെ വരികൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. അപ്പൊ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, दान कूटती किशोरियों की कोकिलकंठी तान, मौलसिरी के ताजे टटके फूलों के गंध, അല്ലേ. അടുത്തത് എന്താണ്, ഗംവയി പകടണ്ടിയും കാ ചന്ദനവർണ്ണി ധൂൽ, അതുപോലെ താൽ മഖാന എന്നുള്ള
ഈ ഒരു ഓരോരോ സ്റ്റാൻസയിലുമുള്ള മൂന്നാമത്തെ വരികളൊന്ന് വായിക്കുക. അത് നമ്മുടെ ബഹു ദിനോं के बाद കവീനെ എന്ന് ചേർത്തുകൊണ്ട് എഴുതി കൊടുക്കുക. അല്ലെ, ആദ്യത്തെ തുടക്കത്തിൽ എന്താണ് കവിയുടെ പേര് സൂചിപ്പിക്കുക. എന്നിട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കവി ഏറെ നാളുകൾക്ക് ശേഷം അനുഭവിക്കുകയാണെന്ന് പറഞ്ഞ് ഈ ഒരു കവിത ഇവിടെ അവസാനിപ്പിക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.